അവനെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ വായിക്കുമ്പോൾ എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു അവൻ്റെ സുഹൃത്തുക്കൾക്ക്, എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു അവൻ്റെ അടുപ്പക്കാർക്കെന്നൊക്കെ ആ ഓർമ്മക്കുറിപ്പുകൾ നമ്മളോട് പറയുന്നുണ്ട്. എല്ലാവർക്കും പ്രിയപ്പെട്ടവനും എല്ലാവർക്കും വേണ്ടപ്പെട്ടവനുമായിരുന്നു AV മുകേഷ്. CK വിജയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. CK, ഇനി ഓർമ്മയാണ് ആ ഫ്രെയിമുകളും അവൻ നമുക്ക് കാണിച്ചു തന്ന കുറേ നല്ല മനുഷ്യരെയും നല്ല ജീവിതങ്ങളും മാത്രമാണ് നമ്മുടെ പക്കൽ ബാക്കിയുള്ളത്. മുകേഷ് എന്ന ജീവനും അദ്ദേഹത്തിന്റെ ശരീരവും ഇനി നമ്മൾക്കൊപ്പമില്ല, നമ്മുടെ ചുറ്റുപാടുകൾക്കൊപ്പമില്ല. ഇനിയുള്ളത് അവൻ അവശേഷിപ്പിച്ച അവന്റെ ദൃശ്യങ്ങളും അവന്റെ എഴുത്തുകളും അവൻ നമുക്ക് മുന്നിൽ അടയാളപ്പെടുത്തിയ ഓർമ്മകളും മാത്രമാണ്. ആ നിലയിൽ ഇന്ന് 10 മണിയോടുകൂടി തന്നെ ഈ മൃതദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി ഒട്ടേറെ പേർ എത്തി. ഒടുവിൽ മൃതദേഹം ചിതയിലേക്ക് മാറ്റുകയും സഹോദരിയുടെ പുത്രൻ ചിതക്ക് തീ കൊളുത്തുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഈ ചിതയിൽ ഇപ്പോൾ മുകേഷിന്റെ മൃതദേഹം എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിസരങ്ങളിൽ എത്തിച്ചേർന്ന മാധ്യമ പ്രവർത്തകരും നാട്ടുകാരും എല്ലാം ചേർന്ന് ഒരു അനുശോചന യോഗം ഇപ്പോൾ ഇവിടെ ചേരുന്നുണ്ട്. അനുശോചന യോഗം നടക്കുകയാണ്. ഇന്നലെ രാവിലെ 8 മണിയോടുകൂടി നമ്മളെ വിട്ടുപിരിഞ്ഞ AV മുകേഷ് അല്പസമയത്തിനകം നാട് മുഴുവൻ വിട ചൊല്ലി ഒരു ഓർമ്മയായി അവശേഷിക്കും. പക്ഷെ അപ്പോഴും ആരായിരുന്നു AV മുകേഷ് എന്ന ചോദ്യം വളരെ പ്രസക്തമായി തന്നെ നിലകൊള്ളും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത്രമാത്രം അവശേഷിപ്പുകൾ മുകേഷിൻ്റെതായി നമുക്ക് ചുറ്റുപാടുകളിലും ഉണ്ട്. അത് ഡൽഹിയിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉൾപ്പെടെ അതിജീവനത്തിന് വേണ്ടി കേഴുന്നവർക്ക് കൈത്താങ്ങ് കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു അയാൾ. ക്യാമറ കണ്ണിന് 3ാം കണ്ണായി ഉപയോഗിക്കുകയും തന്റെ ക്യാൻവാസുകളെയും അതുപോലെ തന്നെ ദൃശ്യങ്ങളെയും കൂടുതൽ ആഴങ്ങളിലേക്കും പരപ്പുകളിലേക്കും സന്നിവേശിപ്പിക്കുകയും ചെയ്ത അസാധ്യനായ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു AV മുകേഷ്. നമ്മൾക്കൊപ്പം കൂടെ ജീവിക്കുകയും പരിമിതമായ ചുറ്റുപാടുകളിൽ ജീവിതം ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഒരു വിഹിതം, സമ്പത്തിന്റെ അല്ലെങ്കിൽ തനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ കാണിച്ച വിശാല മനസ്കനായ മാധ്യമ പ്രവർത്തകനായിരുന്നു AV മുകേഷ്. അവരുടെ ദൈന്യതകൾ, അവരുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികളെല്ലാം തന്നെ തന്റെ അതിജീവനം എന്ന കോളത്തിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നു വെക്കുകയും അതുവഴി ഒട്ടേറെ പേർക്ക് സഹായങ്ങളും അവർക്ക് അതിജീവനം സാധ്യമാവുകയും ചെയ്ത മാധ്യമപ്രവർത്തകനായിരുന്നു. അതിനെ സഹായിച്ച മാധ്യമപ്രവർത്തകനായിരുന്നു AV മുകേഷ്. അതിശക്തമായ നീതിബോധം മനസ്സിൽ സൂക്ഷിക്കുകയും അത് കെടാതെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത ആളായിരുന്നു AV മുകേഷ്. ഒരു പ്രതിസന്ധിയിലും തളരാതെ നിന്ന AV മുകേഷിനെയാണ് കാട്ടാന ഇന്നലെ രാവിലെ നമ്മളിൽ നിന്നും തട്ടിയെടുത്തത്. ദൃശ്യങ്ങൾ പകർത്തി മതിയാവാതെ പിന്നെയും ദൃശ്യങ്ങൾ, കൂടുതൽ മിഴിവാർന്ന ദൃശ്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് AV മുകേഷിന് ഈ അപകടം സംഭവിച്ചത്. CK വിജയനാണ് നമുക്ക് അവിടെ നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നത്. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. CK പറഞ്ഞതുപോലെ അവൻ ഓർമ്മയായി. പക്ഷേ അവനെ സ്നേഹിക്കുന്നവരുടെ, അവനെ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിൽ ഒരു നല്ല ഓർമ്മയായി അവൻ എന്നും അവശേഷിക്കും. കാണാനുണ്ട് ആളുകളുണ്ട് അവിടെ. കാണാനുള്ളവരൊക്കെ വരിട്ടാ. ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അവൻ്റെ സുഹൃത്തുക്കൾക്ക്, അവൻ്റെ ബന്ധുക്കൾക്ക്, അവൻ്റെ പ്രിയപ്പെട്ടവർക്ക് അവനില്ല എന്നുള്ള കാര്യം. അവൻ ഓർമ്മയായി കാണും, പക്ഷേ അവനില്ല ചുറ്റും, അവനില്ല ഇനി എന്നുള്ളത് ആ ഒരു കാര്യം ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല. അതിൻ്റെ ഒരു വ്യാപ്തി അത് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. വലിയ പ്രയാസം, വലിയ വേദനയാണ് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ. അവൻ്റെ സുഹൃത്തുക്കൾ
അവൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ പല നാടുകളിൽ നിന്ന് അവന് യാത്രാമൊഴി പറയാൻ വേണ്ടി ഓടിയെത്തിയതാണ്. അവർക്കൊക്കെ എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു, എത്രത്തോളം വലുതായിരുന്നു അവനെന്ന് ഈ ദൃശ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശരിക്ക് നമ്മൾ ഇന്നലെ ഇപ്പം ഫേസ്ബുക്കൊക്കെ തുറക്കുമ്പം അവൻ്റെ കൂടെ പല ഘട്ടങ്ങളിൽ ജോലി ചെയ്ത ആളുകളൊക്കെ അവനെ കുറിച്ചുള്ള പല ഓർമ്മക്കുറിപ്പുകളും അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കുമ്പോൾ അവൻ ആരായിരുന്നു, ഒരു തൊഴിൽ മാത്രമായല്ല മാധ്യമ പ്രവർത്തനത്തെ കണ്ടത്, അല്ലെങ്കിൽ അതിലപ്പുറം പലർക്കും കൈത്താങ്ങാകുന്ന ഒരു മുകേഷിനെയൊക്കെ നമ്മൾ അടുത്തറിയുകയായിരുന്നു. തീർച്ചയായും അതെ. ആരായിരുന്നു AV മുകേഷ് എന്നത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതിന് ഓരോ ആൾക്കും ഓരോ ഉത്തരങ്ങളുണ്ട്. ഒരുപക്ഷെ കീഴാറ്റൂരിലെ വയൽ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുടെ ഉത്തരമല്ല, ഗംഗയിലെ മലിനീകരണത്തിന്റെ പേരിലുണ്ടായിരുന്ന അതിന്റെ ഇരകളായവർക്കുള്ള ഉത്തരം വേറെ ആയിരിക്കാം. അത്തരത്തിൽ ഓരോ വിഷയങ്ങൾക്കും ഓരോ പ്രതിസന്ധികൾക്കും ഓരോ പ്രയാസങ്ങൾക്കും ഇടയിൽപ്പെട്ടു പോയ ഓരോ ആൾക്കും വ്യത്യസ്തമായ ഉത്തരങ്ങളുണ്ട്. പക്ഷേ അതിലെല്ലാം തന്നെ അവനിലടങ്ങിയ അസാധാരണമായ നീതിബോധവും അനീതിക്കെതിരെ പോരാടാനുള്ള അവന്റെ ഒരു ത്രാണിയും അവന്റെ ജീവനും വളരെ വലുതുമായിരുന്നു. അത്തരത്തിൽ വളരെ ആഴത്തിലും പരപ്പിലും വേരോട്ടമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് AV മുകേഷ്. ഒരുപക്ഷെ ഒരു ക്യാമറാമാൻ ഇത്തരത്തിൽ എഴുതുന്നത് അല്ലെങ്കിൽ തന്റെ ക്യാമറയിൽ കാണുന്ന കാര്യങ്ങൾ സാധാരണ രീതിയിൽ പകർത്തി ഒരു എഡിറ്റ്യൂട്ടിൽ എത്തിക്കുന്നതിനപ്പുറത്തേക്ക് തൊഴിലിനെ നീട്ടിക്കൊണ്ടുപോയ അധികം ആൾക്കാരൊന്നും തന്നെ ഉണ്ടാകില്ല. പക്ഷെ അത്തരത്തിലുള്ള ഒരാളായിരുന്നു AV മുകേഷ് എന്ന് നമുക്ക് ഉറക്കെ പറയാൻ കഴിയും. അതിൽ നമുക്ക് അഭിമാനിക്കാനും കൂടി കഴിയും എന്നാണ് തോന്നുന്നത്. കാരണം അത്രമാത്രം വിപുലമായിരുന്നു അവന്റെ കോളങ്ങൾ. ഈ അതിജീവനം എന്ന കോളം 100-ലധികം ലക്കങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇതിലെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായ ഒരുപാട് വിഷയങ്ങൾ അതിൽ മുകേഷ് ഇടപെട്ടു. ഇതിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ മുകേഷിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും എന്നത് കൊണ്ടല്ല. ഒരുപക്ഷെ ഒരു സാധാരണ ക്യാമറാമാന്റെ നിലയിലേക്ക് വേണമെങ്കിൽ മുകേഷ് തന്റെ ജോലിയെ പരിമിതപ്പെടുത്താമായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു കാര്യമല്ല മുകേഷ് ചെയ്തത്. ആ മാധ്യമത്തിന്റെ ശക്തിയും അതിന്റെ സാധ്യതകളെല്ലാം തന്നെ മുകേഷ് ഉപയോഗപ്പെടുത്തി. ഡൽഹിയിൽ ജോലി ചെയ്യുന്ന കാലത്താണ് അതിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ് മുഴുവൻ ഈ കോളത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം അവിടെയാണ് മുകേഷിന് കൂടുതൽ പ്രവർത്തിക്കാനും കൂടുതൽ എഴുതാനും സാധിച്ചിട്ടുള്ളത് എന്നത് ഈ കോളം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കാരണം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ഒരു നിമിഷം പോലും മുകേഷ് ആലോചിച്ചിട്ടുണ്ടാവില്ല. കാരണം അവനെ അത്രമാത്രം ഉള്ളിലെക്കുന്നതായിരുന്നു ഈ സംഭവങ്ങളെല്ലാം തന്നെ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ശക്തമായ ഭാഷയിൽ, ഇത്തരത്തിൽ വൈകാരികമായ ഭാഷയിൽ അത് പകർത്തി എഴുതുന്നതിന് വേണ്ടി മുകേഷിന് കഴിഞ്ഞത്. ഒരു വ്യൂ ഫൈൻഡർ എന്നതിനപ്പുറത്തേക്ക് കാഴ്ചകളെ വിപുലീകരിക്കാൻ വേണ്ടി മുകേഷിന് അസാമാന്യമായ പാടവം ഉണ്ടായിരുന്നു. ആ പാടവത്തിന്റെ തെളിവായിരുന്നു അവന്റെ ഈ എഴുത്തുകളെല്ലാം തന്നെ. മുകേഷിന് ഇന്ത്യ വിഷൻ കാലഘട്ടം മുതൽ എനിക്ക് AV മുകേഷിനെ വ്യക്തിപരമായി പരിചയമുണ്ട്. ഒരുപാട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും ചില കോളങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയും ചില കാര്യങ്ങൾ എഴുതുന്നതിന് വേണ്ടിയും പലതവണയായി മുകേഷ് എന്നെ വിളിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഒരു അഭിമാനം തോന്നുന്ന ഒരു അനുജൻ എന്ന നിലയിലേക്ക് നമുക്ക് മുകേഷിനെ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുകേഷ് ഒരു വാർത്ത, മരണവാർത്ത ഒരു റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നതിലുള്ള വ്യക്തിപരമായ ഒരു പ്രയാസം എനിക്കുണ്ടെങ്കിൽ കൂടിയും മുകേഷ് എന്ന് പറഞ്ഞ ഒരാളെ എൻ്റെ ഒരു സുഹൃത്തായി, അനുജനായി, സഹപ്രവർത്തകനായി കിട്ടിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിലെ പലർക്കും ഇത് തന്നെയായിരിക്കും അനുഭവം. പ്രത്യേകിച്ച് അനൂപ് പോലുള്ള ആൾക്കാരൊക്കെ അവന്റെ കൂടെ ഒരുപാട് കാലം ജോലി ചെയ്യുകയും അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നേരത്തെ ആര്യ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ മറ്റൊരു ഭാഗം നോക്കുക. ഒരു ഡിജിറ്റൽ വേൾഡ് ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയകളിലെല്ലാം തന്നെ ഇന്നലെ നിറഞ്ഞു നിന്ന ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു AV മുകേഷ്. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ മുതൽ തന്നെ ഈ വീട്ടിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. AV മുകേഷിനെ പ്രത്യേകിച്ച് പരിചയമൊന്നും ഇല്ലാത്ത ആൾക്കാർ, പറഞ്ഞു കേട്ടിട്ട്, വാർത്തകളിലൂടെ കേട്ടിട്ട്, അവന്റെ കോളങ്ങൾ വായിച്ചവർ, അവനെ അറിയാത്ത ആൾക്കാർ ഉൾപ്പെടെ ഈ പരിസരത്ത് രാവിലെ മുതൽ തന്നെയുണ്ട്. ഒരു 6 മണിയാകുമ്പോഴേക്കും ഈ വീടിന്റെ ചുറ്റുവട്ടത്തും ഒട്ടേറെ പേർ എത്തിയിട്ടുണ്ട്. അതിൽ പലർക്കും വ്യക്തിപരമായി മുകേഷിനെ അറിയില്ല. പക്ഷേ ഇത്തരത്തിലൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അറിയാം. ആ ബഹുമാനവുമുണ്ട്.
അതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. പക്ഷേ നമുക്ക് സഹിക്കാൻ കഴിയാത്തത് അങ്ങേയറ്റത്തെ വേദനാജനകമായ കാര്യം എന്ന് പറയുന്നത് അവരുടെ വീട്ടുകാരുടെ അവസ്ഥയാണ്. ഭാര്യ, അമ്മ, സഹോദരി അടങ്ങുന്ന ഈ കുടുംബം വാവിട്ട് കരയുന്ന ദൃശ്യങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാകും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തൊഴിൽ എന്ന് പറയുന്നതിന്റെ അപകട സാധ്യതകൾ ഒരു യുദ്ധമുഖത്ത് എന്നതുപോലെ തന്നെ ഉള്ള ഒരു തൊഴിലാണ്. കാരണം ഒരുപക്ഷെ ഈ കാട്ടാനയുടെ ദൃശ്യങ്ങൾ, ആദ്യം പകർത്തിയ ദൃശ്യങ്ങൾ മതി എന്ന് തീരുമാനിച്ച് മുകേഷ് മടങ്ങിയിരുന്നു എങ്കിൽ നമുക്കൊപ്പം അവൻ ഇപ്പോഴും ഊർജ്ജസ്വലനായി ചിരിച്ചു കളിക്കുന്ന മുകേഷ് ഉണ്ടാകുമായിരുന്നു. പക്ഷെ അവൻ കൂടുതൽ കരുത്തുള്ള ദൃശ്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ തന്റെ ജോലി കൂടുതൽ ഫലവത്താക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ കൂടിയാണ് അവനെ ഈ ഭൂമുഖത്ത് നിന്നും ഇല്ലാതാക്കിയത്. അതുകൊണ്ട് ഒരു തൊഴിലിനോട് മുകേഷ് കാണിച്ചിരിക്കുന്ന ആഭിമുഖ്യം, അതിനോട് കാണിച്ചിരിക്കുന്ന പ്രതിപത്തി എല്ലാം തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്യും.